കെ സി വേണുഗോപാലിനെ അദ്ദേഹത്തിന്റെ പോസ്റ്റർ ആക്രമിക്കുക അല്ലെങ്കിൽ പോസ്റ്റർ വലിച്ചേറി കളയുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ കെ സി വേണുഗോപാലിനൊപ്പം ഈ പറയുന്ന സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ് കൂടെ നിൽക്കുന്നത്. ആ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടും അവർക്ക് ആ പോസ്റ്റർ വലിച്ചു കയറാൻ കൈ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ അത് കോൺഗ്രസ്സുകാരായിരിക്കില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. സത്യമാണത്. യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരന് ഉമ്മൻചാണ്ടിയുടെ മുഖം കണ്ടാൽ, ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കണ്ടാൽ ആ പോസ്റ്റർ തൊടാൻ കൈ പൊങ്ങില്ല. പക്ഷേ പലരും പ്രചരിപ്പിക്കുന്നതെല്ലാം സതീശൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അല്ല, സ്വഭാവമായിട്ട് നമുക്കറിയാം ഈ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി 3 ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങൾ, കലാപങ്ങൾ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു പക്ഷേ താരതമ്യേന അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രകടനം നടത്താനോ അല്ലെങ്കിൽ പോസ്റ്റർ പതിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും ആരും അത് നമ്മൾ കണ്ടിട്ടില്ല. മറ്റു 2 പ്രമുഖ നേതാക്കളുടെ പേരിലാണ് ഈ പറയുന്ന പോസ്റ്റർ പതിക്കുക. ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ പോസ്റ്റർ അത് KPCC ആസ്ഥാനത്തിന് മുന്നിലാണ്. വലിയൊരു പടുകൂറ്റൻ, അർജുൻ കണ്ടു കാണുമല്ലോ, പടുകൂറ്റൻ ഫ്ലക്സ് ആണ്. ആ ഫ്ലക്സ് അവിടെ സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് നമ്മൾ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിരീക്ഷകർ, AICCയുടെ നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസനിക്കും അജയ് മക്കാനും എത്തി അവിടെ ഈ പറയുന്ന നേതാക്കളുമായിട്ട് നിയുക്ത MLA-മാരുമായിട്ടും ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് KCക്ക് പിന്തുണയുമായിട്ട് അവിടെ പോസ്റ്റർ ഉയരുന്നത്. അതിന് പിന്നാലെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് VD സതീശന്റെ അനുകൂലികളും അവിടെ പോസ്റ്റർ സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് കെ സി വേണുഗോപാലിലേക്ക് ഈ മുഖ്യമന്ത്രി ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് VD സതീശന്റെ അനുകൂലികൾ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകുന്നത്. അത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള കാര്യമാണ്. അവർ